ഏത് പിശാചടയി നേരത്ത്? ഇത് അവളെ പറ്റൂ. നമ്മ പറഞ്ഞില്ലേ ഒരു മിസ് കോളുടെ ലൈനായി തുടങ്ങിയ നാദിയ. നാദിയ, ആ പേരിൽ തന്നെയല്ലേ ഒരു സൗന്ദര്യം. മിസ് കോളോ? അത് ബസ്സിലെ ചുറ്റിക്കളിയാണോ? സത്യമായിട്ട് മിസ് കോളാ. ഹലോ എടാ, നീ ഇവിടെ നിന്ന് കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആയിപ്പോയ പിന്നെ എനിക്ക് എന്തൊക്കെയൊരു വല്ലായ്മയാ. ആ എനിക്കറിയില്ല, നീ തന്നെ പറ. നീ പരിചയപ്പെടുത്തുന്ന ജോൽസന ആളത്ര ശരിയല്ല കേട്ടോ മോളെ. മോളെ, അതൊരു ഫിലിമിന്റെ ഡയലോഗാ. ടിവിയുടെ ഓളിയും കുറച്ച് കൂടിപ്പോയി. ഞാൻ വിളിക്കാട്ടോ. ഓക്കെ. നീ എന്താടാ വിളിച്ചത്? നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എന്തിന്? അല്ലെങ്കിലും ഇങ്ങനെ പോയാ നമ്മളിൽ ഒരാൾ ഇവിടെ കിടന്ന് ചാവും. പോക്കരത്തരം കാണിച്ചിട്ട് എന്റെ വീട്ടിൽ കയറാൻ. ലേഡീസിന്റെ സാരിയുടെ ചുരിദാന്റെ അറ്റം കണ്ടാ മതി, അപ്പൊ അവന്റെ ബോധം പൊക്കോളും. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഒന്ന് ബോധം പോവാനായി പെടാപ്പാട് വിടുന്നവനൊക്കെ അടിച്ചു മൂക്കും ഇങ്ങനൊക്കെ പറയും. അതേടാ, ഞാൻ അടിച്ചു മൂക്കും. മൂക്ക് അതിനാണല്ലോ നീ ആ പുകവണ്ടി കൊണ്ട് നടക്കണത്. കേറ്റ് പുല്ലും വെള്ളം ഒരുമിച്ച് കേറ്റ്, നല്ല ബോധം കിട്ടും. ഒരു കൈ മറ്റേ കൈയിലോ അതോ വേറെ എവിടെയെങ്കിലും അടിച്ചാലേ ശബ്ദം കേൾക്കൂ. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയണില്ല. കണ്ട കള്ളം കഞ്ചാവോ അടിച്ചു വെച്ച് വന്നേക്കോ. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ പറ്റും. നിനക്കാൻ വച്ചിട്ടുണ്ടാ. എന്റെ ATM കാർഡ് വരെ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഒന്ന് ഫോൺ എടുക്കോ, എങ്കിലും അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചർലെസ് ഫെല്ലോ. എന്റെ കാറ് തട്ടിയാലെന്ത്, പൊളിഞ്ഞാലെന്ത്? അവന് പെണ്ണുങ്ങളുടെ കാറ് മതി. ആ മുംബൈക്കാരിയെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്തോ. ഞാൻ ആ കാര്യം വിട്ടുപോയി. കഷ്ടം. എല്ലാത്തിനും ഞാനൊരാൾ എത്തണ്ടേ. പറഞ്ഞിട്ട് കാര്യമില്ല. മുംബൈ വാല മൈ ലഡ്കി. പ്രണയിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സുണ്ട് അവൾക്ക്. എത്ര പറഞ്ഞാൽ അങ്ങനെ അത് തീർന്നു.